പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരും മുറുകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഐക്യരാഷ്ട്രസഭയിലടക്കം ഇറാൻ നൽകിയിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതേസമയം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ 2 പേർ മരണപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. മലയാളികൾ ഉൾപ്പെടെ ഇസ്രായേലിൽ ഉള്ള പശ്ചാത്തലത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ എല്ലാവരും നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യമുണ്ടാകുന്നു. ഐക്യരാഷ്ട്രസഭയും സമാനമായ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ശ്രീ AM ഷിനാസ് ഒപ്പം ശ്രീ ജോസ് ലീബ എന്നിവർ ന്യൂസ് 18 ഒപ്പം ചേരുന്നുമുണ്ട്. ആദ്യം ശ്രീ ജോസ് ലീബ, താങ്കൾ പലപ്പോഴും ഇസ്രായേലിലും ഇന്ത്യയിലും ഒക്കെയായി തുടരുന്ന ആൾ ആണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇസ്രായേലിലേക്ക് പുറപ്പെട്ടുവെങ്കിലും അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം എന്നാണ്. ഇസ്രായേലിൽ നിന്ന് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇറാൻ എത്രത്തോളം ശക്തമായ ആക്രമണമാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് നേരെ നടത്തുന്നത്? ഇന്നലെ ഇസ്രായേലിലേക്ക് പോകാനായിട്ട് ദുബായിൽ വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ ഇറാൻ അറ്റാക്ക് ഉണ്ടാവുകയും എയർപോർട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു ടെലവീവ്. അതുകൊണ്ട് ഇപ്പൊ ദുബായിലാണുള്ളത്. അവിടെയുള്ള സുഹൃത്തുക്കളുമായിട്ടും നമ്മുടെ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ സാധിച്ചപ്പോൾ എല്ലാവരും സാധാരണ ഹമാസ് അറ്റാക്കിൽ ഉള്ള ഭീതി അല്ല, അതിൽ കൂടുതൽ ആളുകൾ ഭയപ്പാടോട് കൂടിയാണ് ഇസ്രായേൽ ഇരിക്കുന്നത്. കാരണം എല്ലാ ആളുകളോടും വീടിന് പുറത്തിറങ്ങരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇന്നലെ രാത്രിയെല്ലാം ഭൂരിഭാഗ സമയവും ആളുകൾ ബങ്കറിൽ തന്നെയായിരുന്നു. 2 പേരാണ് മരിച്ചേക്കുന്നത് ഇറാന്റെ ലാസ്റ്റ് അറ്റാക്കില്. ടെലവീവ് അടുത്തുള്ള സ്ഥലത്ത് ബിൽഡിംഗ് തകർന്ന് 16ഓളം പേർക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. 2 പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള ഒരു 150ഓളം മലയാളികൾക്ക് യാത്ര മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. വെക്കേഷൻ നേരത്തെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരാനിരുന്നവരും സ്റ്റക്കായി. അതുപോലെ ഇവിടുന്ന് പോകാനുള്ള ആളുകൾക്കും യാത്ര മുടങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ ഈ ജെറുസലേമിൽ അടക്കം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള മാധ്യമങ്ങളിൽ നിന്ന്, ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, അതുപോലെ 150ഓളം മിസൈൽസ് ആണ് ഇറാനിൽ നിന്ന് വന്നതായിട്ട് മീഡിയ പറയണത്. അതിന്റെ അകത്ത് ഇസ്രായേൽ പറയണത് 100ഓളം മിസൈൽസ് ആണ് ഇസ്രായേലിൽ ലോഞ്ച് ചെയ്തേക്കുന്നത്. അതിൽ ചിലത് തുറസായ സ്ഥലത്ത് വീണിട്ട്, ചിലത് ബിൽഡിങ്ങിന്റെ മേളിൽ വീണിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ ഉള്ളൊരു ഭീതി അല്ല. ശരിക്കും ആളുകൾ ഭയപ്പാടോടുകൂടി തന്നെയാണ് ഇസ്രായേലിൽ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ മലയാളികളും എല്ലാവരും തന്നെ ഇരിക്കുന്നത്. യെസ്, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നേരത്തെ നമ്മൾ മലയാളികളുമായി ടെലിഫോൺ ലൈനിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവരും ഏതാണ്ട് സമാനമായ സാഹചര്യം തന്നെയാണ് പങ്കുവച്ചത്. പ്രത്യേകിച്ച് അലർട്ടുകൾ നിരന്തരമായി വരുന്നുണ്ട്. അങ്ങനെ ബങ്കറുകളിൽ ഒക്കെയാണ് പലരും തുടരുന്നത് എന്നുള്ളതാണ്. പക്ഷേ വലിയ തോതിൽ ജീവിതത്തെ ബാധിക്കുന്നില്ല എന്നാണ്. ജോസ്ലി ഭായ്, ഇതിൽ ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് അടക്കം ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുന്നു എന്നുള്ളതാണല്ലോ. അത് ആണോ ഈ തരത്തിൽ ഒരല്പം ഭയപ്പെടുത്തുന്നത്? അതെ, ഇറാന്റെ അറ്റാക്ക് ഇതിനു മുമ്പും ഈ ഹമാസിന്റെ അറ്റാക്ക് നിന്നപ്പോഴും ആളുകൾ സംസാരിക്കുമായിരുന്നു. ഇപ്പൊ ഇറാന്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ ഇച്ചിരി ഭയം കൂടുതലായിരിക്കും, ഇപ്പൊ അങ്ങനെയൊന്നും പേടിക്കണ്ടല്ലോ എന്നുള്ള രീതിയിലായിരുന്നു സംസാരം. പക്ഷെ ഇപ്പൊ ഇറാന്റെ അറ്റാക്ക് വന്നപ്പം ആളുകൾക്ക് കൂടുതൽ പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പൊ ഫോണിൽ ബന്ധപ്പെട്ട പലർക്കും നമ്മുടെ ഓഫീസൊക്കെ ക്ലോസ്ഡ് ആണ്. കാരണം ഗവൺമെന്റിന് ഇൻസ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് മിക്ക ഓഫീസുകളും തന്നെ വർക്ക് ചെയ്യുന്നില്ല ഇന്ന്. ഭയമുണ്ട്. നേരത്തെ ഞാൻ പറയുമായിരുന്നു കഴിഞ്ഞ മിനിറ്റ്, കാരണം ആളുകളൊന്നും ഭയപ്പെട്ടിരുന്നില്ല. അപ്പൊ അത് ഇസ്രായേൽ ആയതുകൊണ്ട് ഒരു ധൈര്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പോഴും ആ ധൈര്യം ഉണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അറ്റാക്ക് ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു ഭയം അവിടുത്തെ മലയാളികൾക്കുണ്ട്. യെസ്, ഇപ്പോൾ ശ്രീ AM ഷിനാസ് കൂടി പങ്കുചേരുന്നുണ്ട്. ശ്രീ ഷിനാസ്, ഒരിക്കൽ ഉറ്റ ചങ്ങാതിമാർ ആയിരുന്ന 2 രാജ്യങ്ങളാണ്. പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വലിയ ശത്രുതയിലേക്ക് പോകുന്നു. ഈ നിരന്തരമായ സംഘർഷങ്ങൾ, അതിപ്പോൾ ഗാസയിൽ സംഭവിച്ചിട്ടുള്ള ഒന്നിനെ പോലെ മാത്രം ഈ വിഷയത്തെ കണ്ടാൽ മതിയോ? പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് എത്രത്തോളം ഗൗരവമുള്ളത് എന്നാണ് തോന്നുന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം അഭൂതപൂർവവും ആപൽക്കരവുമായിരുന്നു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ 2024 ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയിരുന്നു. ഏതാണ്ട് 180ഓളം മിസൈലുകൾ അയച്ചിരുന്നു. അതിന് കാരണമായി വർത്തിച്ച കാര്യങ്ങൾ
ഒന്ന്, ഇറാൻ തലസ്ഥാനം ടെഹ്റാനിലെ അതിസുരക്ഷാ മേഖലയിൽ വെച്ച് രാഷ്ട്രാതിഥിയായി അന്നത്തെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലെത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടു. അതിന് തൊട്ട് മുമ്പ് ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടിരുന്നു. ഹനിയ വധിക്കപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹിസ്ബുള്ളയുടെ മറ്റൊരു നേതാവ് വധിക്കപ്പെട്ടിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് ഒക്ടോബർ 1-ന് 2024 ഒക്ടോബർ 1-ന് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത്. ഒക്ടോബർ ഒടുവിൽ 25-നോ 26-നോ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി. അന്നൊന്നും ഇസ്രായേലിന്റെ പ്രത്യാക്രമണ പരിധിയിൽ ആണവ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉൾപ്പെട്ടിരുന്നില്ല. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നില്ല. പ്രതിരോധ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടിരുന്നു. പക്ഷെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ഇറാനിലെ നതാൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. അതിനു പുറമെ മറ്റ് ചില ആണവ കേന്ദ്രങ്ങളും കൂടി ലക്ഷ്യവേദിയാക്കി മാറ്റപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ്. അത് അതിനുള്ളൊരു പശ്ചാത്തലമായിട്ട് പറയപ്പെടുന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അതിന് തൊട്ട് മുമ്പ് ഉള്ള ദിവസം, 2 ദിവസം മുമ്പ് അതിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇറാൻ ആണവ നിർവ്യാപന കരാറിന്റെ വ്യവസ്ഥകളൊന്നും പാലിക്കുന്നില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% ഇറാന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഇറാന് ഏത് സമയവും 8-10 ബോംബുകൾ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടും അതോടൊപ്പം പുറത്തു വരുന്നു. അപ്പോൾ തന്നെ അമേരിക്കയുമായി 5-ാം റൗണ്ട് ചർച്ച, ആണവ ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. 6-ാം റൗണ്ട് ചർച്ച ഈ ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇസ്രായേൽ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇറാൻ എന്ന പരമാധികാര രാജ്യത്തെ ഒരു ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയിൽ അല്ല, സ്വയം അങ്ങോട്ട് ആക്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ആണവ നിർവ്യാപന കരാറിന്റെ വ്യവസ്ഥകൾ നടപ്പാക്കേണ്ട ലോകത്തിലെ രാജ്യം ഇസ്രായേൽ ആണെന്ന മട്ടിലാണ് ഇറാന്റെ പരമാധികാരത്തെയും അന്താരാഷ്ട്ര മര്യാദകളെയും നിയമങ്ങളെയും സർവോപരി നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചത്. അത് പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇസ്രായേൽ ആക്രമണം ആസന്നമാണെന്ന് ലോകം മുഴുവൻ ഉള്ള വിദേശകാര്യ വിദഗ്ധരിൽ ഭൂരിഭാഗവും കരുതിയിരുന്നു, വിലയിരുത്തിയിരുന്നു. അത് എപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു തർക്കം. പക്ഷേ വളരെ ആശ്ചര്യകരമായി തോന്നിയ കാര്യം, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഈ ആക്രമണത്തെ മുൻകൂട്ടി കാണാനോ പ്രതിരോധിക്കാനോ പറ്റിയിട്ടില്ല എന്നാണ്. കാരണം ഇസ്രായേലിന്റെ ആദ്യ ആക്രമണം ഇറാന്റെ സൈന്യത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകളെ ലക്ഷ്യം വെച്ച് ആയിരുന്നു. സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേധാവി കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയിയുടെ ഉപദേശകൻ കൊല്ലപ്പെട്ടു. 6 ആണവ ന്യൂക്ലിയർ സയന്റിസ്റ്റ് കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇറാന്റെ